അതെ, ഇന്ന് നമ്മളിവിടെ വെച്ചത് കൊള്ളും മുരിങ്ങയും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ഇവിടെ കൊള്ള് എന്നാണ് പറയുക, മുതിര എന്നും പറയും. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ കൊള്ളൊക്കെ വെച്ച് കഴിച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അരക്കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഫസ്റ്റ് തന്നെ. അപ്പം നല്ലോണം പൊട്ടി വരുമ്പോൾ, അതായത് ഒന്ന് കളറൊക്കെ മാറി പിന്നെ നല്ല മണവും കൂടെ വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ വെള്ളത്തിലിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുക്കണം. നമ്മളിവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കാം, മുതിര വെന്തതിന് ശേഷം ഇടാം. ഇനി ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ട് വരണം. മുരിങ്ങക്കായുടെ സീസണൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ലോണം മുരിങ്ങയില വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഇതൊന്ന് നന്നാക്കി എടുക്കണം. അപ്പോഴേക്കും കൊള്ളു വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുരിങ്ങയിലയും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മുരിങ്ങയില വേവാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. അപ്പോഴേക്കും നമുക്ക് കടുക് താളിക്കാനുള്ള പരിപാടി നോക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ച്, പിന്നെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കറിവേപ്പില വേണ്ടല്ലോ മുരിങ്ങയില ആയതുകൊണ്ട്. ഇനി താളിച്ചതും ചേർത്ത് കൊടുത്താൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സിമ്പിളല്ലേ.